ആഗ്രഹിച്ചിരുന്നത്. അന്നേരം ഞാൻ പറയുമോ എനിക്ക് 2-3 വേണ്ട, കൂടുതലുള്ള പിള്ളേരുള്ള എനിക്ക് പോകാൻ ഇഷ്ടമാണ്. പിന്നെ വരുവാ. എന്നെ കല്യാണം പറ്റുമ്പോഴത്തേക്ക് ഞങ്ങൾ അടുത്തുള്ള ഒരാളെ വിട്ടു വീടൊക്കെ അന്വേഷിക്കാനായിട്ട്. വീടിനെ പറ്റിയൊക്കെ പോയി കുറുമുള്ളവരല്ലേ നടന്നു പോയിട്ട് പോകേണ്ടത്. അന്നേരം ഞങ്ങള് പുള്ളച്ചേട്ടൻ പറഞ്ഞ ഒരാളെ അന്വേഷിക്കാൻ വിട്ട് അവിടെ വന്നപ്പോ റബ്ബറുകളൊക്കെ ഒത്തിരി തൂക്കിയിട്ടിട്ടുണ്ട്. അവിടുത്തെ വീട്ടിലൊക്കെയാണ് പിന്നെയല്ലേ അമ്മായി ഞാനേ കൊല കണക്കെന്ന് കണ്ടോ. ആ കുരുളച്ചേട്ടൻ വന്നു. എനിക്ക് ഇടത്തോട്ടൊന്ന് പോയതേ ഉള്ളൂ. നോക്കിയില്ല. അതിനു മുമ്പേ വത്സയാണോ ആരാണ്ട് പുള്ളിക്ക് ബ്ലോക്ക് ചെയ്ത് വെള്ളം എടുത്തു. വെള്ളം കോരണ്ട കേട്ടോ, വെള്ളം എടുത്ത് പുള്ളിക്ക് വെള്ളം കോരി കൊടുത്തുണ്ട്. വെള്ളം പുള്ളി കുട്ടിക്ക് അത് ഗ്ലാസ്സിലെടുത്ത് വെള്ളം കൊടുത്തു. അങ്ങോട്ട് ആ ഭാഗത്തോട്ട് വിട്ടില്ല. പിന്നെ പിന്നെ ഞങ്ങളുടെ അമ്മച്ചിക്കായിരുന്നു നിർബന്ധം കല്യാണം നടത്തണം. അമ്മച്ചിയുടെ എന്റെ വല്യമ്മയുടെ എന്റെ ഗ്രാൻഡ്മദറിന്റെ മോളെയാണ് അമ്മയുടെ അമ്മയാണ്. അന്നേരം അമ്മ മരിക്കാൻ നേരത്ത് അമ്മ അതാ പറഞ്ഞ അച്ഛയുടെ അമ്മ മരിക്കാൻ നേരത്ത് അമ്മച്ചി അവിടെ ബന്ധുക്കാരില്ല. അവിടെ ചെന്നപ്പോഴത്തേക്കിന് അമ്മച്ചി പറഞ്ഞു എനിക്ക് ഈ അച്ഛയുടെ അമ്മയെ പിടിച്ചോണ്ട് എന്റെ അമ്മായി എനിക്ക് പിന്നെ ക്ഷമിക്കാൻ ശക്തിയും സഹിക്കാൻ നൽമരണവും പ്രാർത്ഥിക്കണമെന്ന് അമ്മായി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അമ്മച്ചി കല്യാണമൊക്കെ പറഞ്ഞു. ഞാൻ ചെന്നപ്പോ എന്റെ അമ്മയെ കണ്ടു. ആ അമ്മയെ കണ്ടപ്പോ ഇങ്ങനെയാ പറഞ്ഞത്. പിന്നെ സാറില്ലേ എബ്രാഹിം സാറെന്ന് പറഞ്ഞ വലിയ ആളാ, വലിയ ആളാ, ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ. അതുകൊണ്ട് നല്ല കുടുംബത്തിലാണ്, നീ ഒന്നുകൊണ്ട് വിഷമിക്കല്ലെന്ന് അച്ഛനോടും അമ്മയോടൊക്കെ പറഞ്ഞു. അവനൊന്നും വരികയില്ല. അന്നേരം അച്ഛനോട് എന്റെ ഒത്തിരി പിള്ളേരുണ്ട്, 12 പിള്ളേരുണ്ട്, അപ്പനില്ല എന്തൊക്കെ പറഞ്ഞെ. അമ്മച്ചി പറഞ്ഞു അമ്മച്ചി എന്റെ വല്യമ്മ വേദോസ്ത എടുത്തിച്ച് എടാ കുഞ്ഞെ അച്ഛനെ വിളിക്കുന്ന നീ അത് തന്നെ മതി ഉറപ്പിച്ചു. പിന്നെ ആരും എതിരൊന്നും പറയല്ല. കണ്ടോ? അല്ല അല്ല അച്ഛാനെ കണ്ടു. കറുത്തർപ്പല്ലേ തിരുവല്ലേ അത്. എന്നിട്ട് നീ ഇത് തന്നെ തീരുമാനിച്ചോ, നീ എനിക്ക് വേറെ ഒന്നും തീരുമാനിക്കണ്ട. ഞാൻ വാദോസ്തൊക്കെ വായിച്ചപ്പോഴത്തേന് ഒരു വാചകം പറഞ്ഞു അവനോട് കുഴപ്പം വരികയില്ല എന്ന് പറഞ്ഞാണ് കല്യാണം കഴിഞ്ഞ് അച്ഛൻ അവിടെ ആദ്യമായിട്ട് വരിക. ആദ്യമായിട്ട് വന്നപ്പോഴത്തേന് കറന്നിട്ട് കൊടുത്തു. അയ്യോ ഇവിടെയാണോ എന്റെ മോളെ കെട്ടിച്ചത്? ഇത് കണ്ടിരുന്നെങ്കിൽ ഞാൻ കെട്ടിക്കല്ലാലോ എന്ന് പറഞ്ഞു. കിണറ് അങ്ങനെ പറഞ്ഞ ഈ കിണറ് ഞാൻ നേരത്തെ കണ്ടിരുന്നെങ്കിൽ ഞാനിവിടെ കെട്ടിക്കല്ലായിരുന്നു. അത്രയ്ക്ക് വെള്ളമല്ല, അത്രയ്ക്ക് നമ്മൾ നോക്കിയാൽ തലയാറുമായിരുന്നു കിണറേ. എന്നിട്ട് പിന്നെ അല്ല ഞാൻ പറയാ Amachi was saying that, remember I talked about the deep well? Then after the wedding, Amachi's daddy came and he said that if I knew this well this much deep, I won't let her marry him. Because you know what, there is no pipe that time. They had to take the water from the well. You have to take almost 5 minutes to do this. And only you get 1 bucket water. അങ്ങനെ ഇനി കല്യാണമൊക്കെ കഴിഞ്ഞു. പിന്നെ വീട്ടിൽ വന്ന് എനിക്ക് എല്ലാവരെയും സ്നേഹിക്കാനും കുഴപ്പങ്ങളുണ്ടാ സന്തോഷത്തോടെ ജീവിക്കാനും പറ്റി. മനസ്സിലായിരുന്നു എനിക്ക് ഉപദേശങ്ങൾ. എന്നിട്ട് ഇവിടെ പിന്നെ എനിക്ക് എന്റെ ഉപദേശങ്ങളൊക്കെ തന്നു. മത്സ്യമാണ് എല്ലാം ചെയ്ത് കാണിക്കാനും പറഞ്ഞു. ജോമോളുണ്ടായിരുന്നു. ജോമോൾ രാവിലെ എന്നെ കൊണ്ടൊന്നും ചെയ്യിക്കല്ല, അത് ഞാൻ പറയുക കേട്ടോ. പിന്നെ ആദ്യം വന്നു കയറിയതേ ഉള്ളൂ.
എന്നിട്ട് അവിടെ വേണ്ട ഉപദേശങ്ങൾ ചാക്കോച്ചനാണെങ്കിൽ നല്ല തമാശയും പറഞ്ഞ് ചാക്കോച്ചനെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു. കാര്യം എപ്പോഴും തമാശകളൊക്കെ പറഞ്ഞ് നല്ല സന്തോഷത്തോടെ പാട്ടൊക്കെ പാടി. പിന്നെ ഒരു കാര്യം വത്സ ഇന്നലെ സംസാരിച്ച കൂട്ടത്തിൽ അത് വത്സ പറയണം. വത്സ എന്നെല്ലാം പറഞ്ഞു ചാക്കോച്ചൻ മരിക്കുന്നതിന് മുമ്പ് ഒരാഴ്ച മുമ്പ് ചാക്കോച്ചൻ മരിക്കുന്നതിന് മുമ്പ് വത്സയോട് പറഞ്ഞ 3-4 കാര്യങ്ങളുണ്ട്. അത് വത്സ തന്നെ പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും നമ്മള് അവർക്കല്ലേ പറയാനുള്ളത്.